2025 ഒക്ടോബർ 31 സിറാജ് എഡിറ്റോറിയൽ. ദുർബല വയോജന വിഭാഗങ്ങൾക്ക് ആശ്വാസം. സമൂഹത്തിൽ സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വലിയ ആശ്വാസമേകുന്നതാണ് പിണറായി സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വർധനയുൾപ്പെടെയുള്ള പുതിയ പ്രഖ്യാപനം. സാമൂഹിക ക്ഷേമ പെൻഷനിൽ ഒറ്റയടിക്ക് 400 രൂപയാണ് വർദ്ധിപ്പിച്ചത്. നിലവിലെ 1600 രൂപയിൽ നിന്ന് 2000 ഉയർത്തി. ഏകദേശം 63 ലക്ഷം വരും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഉപഭോക്താക്കളുടെ എണ്ണം. സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ ഉപഭോക്താക്കളല്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് 1000 രൂപ വീതം പ്രതിമാസ സുരക്ഷാ പെൻഷനാണ് മറ്റൊരു പ്രഖ്യാപനം. 33 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് ഇത് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ ഒരു വാഗ്ദാനം കൂടിയാണിത്. ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കുകയും ചെയ്തു. സാമ്പത്തിക പരാധീനത, മതിയായ ആരോഗ്യ സംരക്ഷണത്തിന്റെ അഭാവം, കുടുംബഘടനയിലെ മാറ്റം, കുടുംബാംഗങ്ങളുടെ ശ്രദ്ധക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ് വയോജനങ്ങൾ. ആരോഗ്യ സംവിധാനത്തിലെ മികവ് കാരണം സംസ്ഥാനത്ത് വയോജനങ്ങളുടെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ്. 1961 ജനസംഖ്യയുടെ 5.83%, 2016 15.63% മുതിർന്ന പൗരന്മാരെങ്കിൽ ഇപ്പോഴത് 20% നിൽക്കുന്നു. കുടുംബത്തിൽ ഒറ്റപ്പെടലും പ്രാരാബ്ദങ്ങളും അനുഭവിക്കുന്ന ഈ വിഭാഗത്തിന് വലിയ ആശ്വാസമാണ് സർക്കാർ പെൻഷൻ. കാലോചിതമായി പെൻഷൻ സംഖ്യ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിന്റെ പശ്ചാത്തലത്തിൽ 25% വർധന സ്വാഗതാർഹമാണ്. പാവപ്പെട്ട സ്ത്രീകൾക്ക് 1000 രൂപ സുരക്ഷാ പെൻഷൻ നൽകാനുള്ള തീരുമാനവും അഭിനന്ദനമർഹിക്കുന്നു. സാമ്പത്തിക ദുരിതമനുഭവിക്കുന്നവർക്ക് സംരക്ഷണവും പിന്തുണയും നൽകേണ്ടതും ചേർത്തുപിടിക്കേണ്ടതും ഭരണകൂടങ്ങളുടെ കടമയാണ്. സാമൂഹിക ക്ഷേമം കൂടി അളന്നാണ് ഒരു രാജ്യത്തിന്റെ വികസനം തിട്ടപ്പെടുത്തുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാമൂഹിക നീതി, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയവയാണ് സാമൂഹിക പുരോഗതിയുടെ അളവുകോലുകൾ. ഈ രംഗത്ത് അത്ര ആശ്വാസകരമല്ല ഇന്ത്യയുടെ സ്ഥിതി. ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം കടുത്ത സാമ്പത്തിക ദാരിദ്ര്യമോ സാമ്പത്തിക പ്രയാസങ്ങളോ അനുഭവിക്കുന്നവരാണ് രാജ്യത്ത്. വരുമാന അസമത്വവും അടിസ്ഥാന ആവശ്യങ്ങളുടെ ലഭ്യതക്കുറവും അവരുടെ ജീവിതം പ്രയാസകരമാക്കുന്നു. ഗുണനിലവാരമുള്ള ആരോഗ്യ പരിരക്ഷണവും വിദ്യാഭ്യാസവും പലർക്കും കിട്ടാക്കനിയാണ്. ജനങ്ങളുടെ സന്തോഷകരമായ ജീവിതത്തെ ആധാരമാക്കി പുറത്തിറക്കുന്ന വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം 2022-2024 കാലയളവിൽ 143 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 126 സ്ഥാനത്താണ്. സുസ്ഥിര വികസനത്തിന്റെ സൂചിക കണക്കാക്കുന്ന കോമ്പറ്റിറ്റീവ്നെസ് റോഡ് മാപ്പ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് പോഷകാഹാരം, വിദ്യാഭ്യാസം, ലിംഗസമത്വം, ആരോഗ്യം എന്നീ തലങ്ങളിൽ രാജ്യത്തിന്റെ പുരോഗതി മന്ദഗതിയിലാണ്. വിദ്യാഭ്യാസ അസമത്വത്തിൽ 163 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 135-ഉം ആരോഗ്യ അസമത്വത്തിൽ 165 രാജ്യങ്ങളിൽ 145-ഉമാണ്. ഒരു ഭാഷയിലും ഒരു വാചകം പോലും എഴുതാനറിയാത്ത 186 ദശലക്ഷം സ്ത്രീകൾ രാജ്യത്തുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ സാമൂഹിക ക്ഷേമത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ ചിത്രം വ്യത്യസ്തമാണ്. രാജ്യത്തിന്റെ പൊതുവായ അവസ്ഥയിൽ നിന്ന് മാറി ഇക്കാര്യത്തിൽ മികച്ച പുരോഗതി കൈവരിക്കാൻ സംസ്ഥാനത്തിനായി. മാനുഷിക വികസന സൂചിക, സാമൂഹിക നീതിയും ജനാധിപത്യ ബോധവും സമത്വബോധം, സ്ത്രീ ശാക്തീകരണം തുടങ്ങി സാമൂഹിക പുരോഗതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലും രാജ്യത്തിനാകെ മാതൃകയുമാണ്. സംസ്ഥാനങ്ങളുടെയും ജില്ലകളുടെയും സാമൂഹിക പുരോഗതി അടിസ്ഥാനമാക്കി പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക കൗൺസിൽ 2022 പ്രസിദ്ധീകരിച്ച പട്ടികയിൽ കേരളം ഒന്നാമതാണ്. പോഷകാഹാര ലഭ്യതയിലും ആരോഗ്യ പരിചരണ രംഗത്തും കേരളം ഒന്നാമതാണെന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിലും ഒന്നാമത് കേരളമാണ്. ലോകവ്യാപകമായി കേരള മോഡൽ എന്നറിയപ്പെടുന്ന ഈ മാതൃക സാമ്പത്തിക പരാധീനതകൾക്കിടയിലും കേരളത്തിന് നേടാനായത് സാമൂഹിക ക്ഷേമ രംഗത്ത് ഭരണകൂടം നടപ്പാക്കിയ നടപടികളെ തുടർന്ന് കൂടിയാണ്. കേരളത്തിന്റെ ഈ സാമൂഹിക മുന്നേറ്റം ടിപ്പു സുൽത്താന്റെയും സാമൂഹിക പരിഷ്കർത്താക്കളുടെയും സമത്വ പോരാട്ടങ്ങളുടെ തുടർച്ചയായി വേണം വിലയിരുത്താൻ. കർഷകരെയും തൊഴിൽ രഹിതരെയും ചൂഷണം ചെയ്തിരുന്ന ഭൂപ്രഭുത്വ
വ്യവസ്ഥകൾ മാറ്റിമറിച്ച പരിഷ്കാരങ്ങൾക്കും പൗരാവകാശങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും മുൻനിർത്തിയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും ഇതിൽ പങ്കുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പ്രായാധിക്യ പെൻഷൻ, ക്ഷേമ പെൻഷൻ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആഹാര സുരക്ഷ, ലൈഫ് മിഷൻ പോലുള്ള ഭവന പദ്ധതികൾ, ജനാരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയവ സാമൂഹികക്ഷേമത്തിൽ വലിയ പങ്കുവഹിച്ചു. കുടുംബശ്രീ പോലുള്ള പദ്ധതികൾ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കി. കേന്ദ്രത്തിന്റെ വിവേചനപരമായ നയം കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നുപോകുന്നത്. അതിനിടെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പുതിയ ക്ഷേമ പദ്ധതികൾ 4500 കോടിയോളം രൂപയുടെ പുതിയ ബാധ്യത സൃഷ്ടിക്കും. എങ്കിലും സാമ്പത്തിക പരാധീനത ജനക്ഷേമ പദ്ധതികൾക്ക് വിഘാതമാകരുത്. സാമ്പത്തിക കണക്കുകളിൽ ഊന്നിയാകരുത്. മാനവികതയിൽ അധിഷ്ഠിതമാകണം ജനക്ഷേമ പദ്ധതികളും വികസനവും.